പീരുമേട് ഗ്ലെൻമേരിയിലെ ജയ് ഭാരത് യുവജന ക്ലബ്ബിലെ യുവാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ സാമൂഹിക സേവന പ്രവർത്തനം നാടിന്റെ പ്രശംസ പിടിച്ചുപറ്റി. ഗ്ലെൻമേരിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും അതിനോട് ചേർന്നുള്ള പോസ്റ്റ് ഓഫീസുമാണ് ഇവരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി പെയിന്റ് ചെയ്തു നൽകിയത്. പ്രദേശത്തെ തോട്ടം തൊഴിലാളികളടക്കം ഉപയോഗിക്കുന്ന ഏക ബസ് കാത്തിരിപ്പ് കേന്ദ്രം കൂടിയാണിത്. വർഷങ്ങളായി പീരുമേട് പാമ്പനാർ ഗ്ലെൻമേരി പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബാണ് ജയ് ഭാരത്. നിരവധി യുവാക്കൾ അടക്കമാണ് ക്ലബിന്റെ ഭാഗമായിരിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ മേഖലയിൽ നിരവധിയായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ഗ്ലെൻമേരിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇതിനോട് ചേർന്നുള്ള പോസ്റ്റ് ഓഫീസിന്റെ പരിസരങ്ങളും വൃത്തിയാക്കുകയും ഈ കെട്ടിടവും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പെയിന്റിംഗ് ചെയ്തു നൽകുകയും ചെയ്തത്. യുവാക്കളുടെ ഈ സാമൂഹ്യ സേവന പ്രവർത്തനം നാടിന് തന്നെ മാതൃകയായിരിക്കുകയാണ്. നിരവധി പേരാണ് ഇവർക്ക് പ്രശംസയുമായി രംഗത്ത് വന്നതും. പീരുമേട് പഞ്ചായത്ത് ഗ്ലെൻമേരി 2ാം വാർഡിൽ ജയ് ഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുറേ 40-45 വർഷം പ്രവർത്തിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗമായിട്ട് ഗ്ലെൻമേരി പോസ്റ്റ് ഓഫീസ് ഭാഗവും അതിനോട് ചേർന്ന ഒരു വെയിറ്റിംഗ് ഷെഡുണ്ട്. അത് ജയ് ഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇന്ന് അവർ വൈറ്റ് വാഷും കൂടി ഈ ഭാഗത്തിൽ വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പഞ്ചായത്തിലേക്ക് ഫണ്ടും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ആ ഫണ്ടും കൂടി ഉടനെ തന്നെ അതിൻ്റെ ലഭ്യമാകുമെന്നാണ് തോന്നുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇപ്പോൾ ശോചനീയാവസ്ഥയിലാണ്. ഈ കെട്ടിടം കാലഹരണപ്പെട്ട നിലയിലാണ്. ഇതിനോട് ചേർന്നുള്ള ഒറ്റമുറിയിലാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസും പ്രവർത്തിക്കുന്നത്. പരിമിതമായ സൗകര്യങ്ങളാണ് പോസ്റ്റ് ഓഫീസിനുള്ളതും. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ സേവന പ്രവർത്തനം കാഴ്ചവെച്ചത്. പെയിന്റ്, അനുബന്ധ വസ്തുക്കളും ഇവർ തന്നെ വാങ്ങി ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്. HMTA സുവർണ ജൂബിലി വാർഷിക പൊതുയോഗം 15-ന് വെള്ളയംകുടി കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷന്റെ 50ാമത് വാർഷിക പൊതുയോഗം ഈ മാസം 15-ാം തീയതി വെള്ളയംകുടി റൂട്ടിലുള്ള കല്ലറയ്ക്കൽ ബിൽഡിങ്ങിൽ വെച്ച് നടക്കുകയാണ്. ഈ 15-ാം നടക്കുന്ന വാർഷിക പൊതുയോഗം ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഈ ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ബഹുമാനപ്പെട്ട MP ശ്രീ ഡീൻ കുര്യദോസ് വിതരണം നടത്തുന്നതായിരിക്കും. 15-ന് രാവിലെ 8 മണിക്ക് കട്ടപ്പന വെള്ളയാങ്കുടി കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യോഗത്തിൽ വെച്ച് ചികിത്സാ സഹായ നിധിയുടെ വിതരണം ഡീൻ കുര്യാക്കോസ് MP നിർവഹിക്കും. പ്രസിഡന്റ് PK ഗോപി അധ്യക്ഷത വഹിക്കും. അംഗങ്ങളുടെ കുട്ടികളിൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് സ്ഥാപക പ്രസിഡന്റ് കോര കുര്യൻ ചിറക്കൽപ്പറമ്പിൽ മെമ്മോറിയൽ എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്യും. പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിൽ ശ്രദ്ധേയമായ വിജയം നേടിയവർക്ക് ക്യാഷ് അവാർഡുകൾ നൽകും. വാർഷിക പൊതുയോഗത്തിൽ മേലേച്ചിന്നാർ, കരിമ്പൻ, മുരിക്കാശ്ശേരി, വലിയതവാള, പുറ്റടി തുടങ്ങിയ യൂണിറ്റ് ഭാരവാഹികൾ പങ്കെടുക്കും. സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഒഴിവാക്കി പ്രദേശത്തെ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്യും. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ HMTA പ്രസിഡന്റ് PK ഗോപി, MK ബാലചന്ദ്രൻ, ലൂക്ക ജോസഫ്, സണ്ണി ജോർജ്, KB രാജേഷ്, നോബി ജോസഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.